ഹായ് ഫ്രണ്ട്സ്, സാപ്പിടിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അതായത് ഇന്ന് ഫെബ്രുവരി മാസം 8-ാം തീയതിയാണ്. ഫെബ്രുവരി മാസം 9-ാം തീയതി റിലീസ് ചെയ്യുന്ന സിനിമകൾ, അതായത് നാളെ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. മൊത്തം 16ഓളം റിലീസുകളാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അതുകൂടാതെ സർപ്രൈസ് റിലീസുകൾക്കും സാധ്യതയുണ്ട്. നമുക്ക് ഏതൊക്കെ സിനിമകൾ സീരീസുകളാണെന്ന് നോക്കാം. ഒന്നാമത്തെ സിനിമ ഒരു ആക്ഷൻ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. ബാഡ് മാനേഴ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇന്നൊരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഒരു റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ജോരുക ഹുഷുരുക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷയിൽ ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് മലയാളത്തിലുള്ള ഒരു സിനിമയാണ് താരം തീർത്ത കൂടാരം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മനോരമ മാക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പേ തന്നെ ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്തിരുന്നു. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ മനോരമ മാക്സിൽ കൂടി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു കൊറിയൻ ഡ്രാമ ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന ക്രൈം കോമഡി മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. എ കില്ലർ പാരഡോക്സ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഈ ഒരു സീരീസ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നാളെ ഉച്ചയോട് കൂടിയായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഈ ഒരു സീരീസ് മൾട്ടി ലാംഗ്വേജിൽ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. തമിഴ് അടക്കമുള്ള ഭാഷയിൽ വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാൻ നോക്ക്. അടുത്തത് ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. സൺ കോസ്റ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഇംഗ്ലീഷ് ഭാഷയിൽ ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്. ഹിന്ദി ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഒരു സീരീസാണ്. ആര്യ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഈ ഒരു സീരീസിൻ്റെ 3-ാമത്തെ സീസണിലെ 2-ാമത്തെ പാർട്ടാണ് വരാൻ പോകുന്നത്. സുസ്മിത സെന്നൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസായിരുന്നു. ഈ സീരീസിൻ്റെ ഫസ്റ്റ് സീസണും സെക്കൻഡ് സീസണും ഒക്കെ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സീരീസ് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. മൾട്ടി ലാംഗ്വേജിലായിരിക്കും. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, തെലുങ്ക് ഭാഷകളായിട്ട് ഈ സീരീസ് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു കോമഡി വിഭാഗത്തിൽപ്പെട്ട ഒരു സിനിമയാണ് കിച്ചടി 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കിച്ചടി 2 മിഷൻ പാന്തുക്കിസ്ഥാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5 ആണ് ഈ ഒരു ഹിന്ദി മൂവി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു ആനിമേഷൻ കോമഡി അഡ്വഞ്ചർ ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. മൈഗ്രേഷൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. ഭക്ഷക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നത്. അടുത്തത് ഒരു തമിഴ് മൂവിയാണ്. ഇപ്പടിക്കു കാതൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഭരത് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ ഒരു സിനിമ റൊമാൻറ്റിക് മൂവിയാണ്. ഈ ഒരു സിനിമ ആഹാ തമിഴ് വഴിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തത് ഒരു കന്നഡ മൂവിയാണ്. കന്നഡ ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. കട്ടേര എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ദർശൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ ഒരു സിനിമ C5 ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ഹിന്ദി ആന്തോളജി മൂവിയാണ്. ലാൻഡ്രാണി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. 3 കഥകളുള്ള ഒരു ആന്തോളജി മൂവിയാണ്. നിമിഷ സജിനൊക്കെ ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. C5 വഴി ഒരു ഡ്രാമ ആന്തോളജി മൂവി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ്. ബബിൾ ഗം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി ഒരു റൊമാൻറ്റിക് മൂവി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ഗുണ്ടൂർക്കാരൻ എന്ന് പറഞ്ഞ സിനിമ. മഹേഷ് ബാബു പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം മൾട്ടി ലാംഗ്വേജിൽ മലയാളം അടക്കമുള്ള ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുന്നതാണ്. തെലുങ്ക് മൂവിയാണ്. അടുത്തത് ധനുഷ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ക്യാപ്റ്റൻ മില്ലർ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ ഒരു സിനിമ ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഈ ഒരു സിനിമ ആമസോൺ പ്രൈം വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് നമ്മുടെ ശിവകാർത്തികൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സയൻസ് ഫിക്ഷൻ മൂവിയായിരുന്നു അയലാൻ എന്ന് പറഞ്ഞ സിനിമ. സൺനെക്സ്റ്റ് വഴി ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. ഈ ഒരു സിനിമയുടെ HD, അതായത് ലോ ക്വാളിറ്റി പ്രിന്റ് ഇതിനു മുമ്പേ തന്നെ ലീക്കാക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഒഫീഷ്യലായിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം സൺനെക്സ്റ്റിൽ വരുന്നതാണ്. തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ടായിരിക്കും റിലീസ് ചെയ്യുക. മലയാളം ഭാഷ അതിനുശേഷം ആമസോൺ പ്രൈം വഴി റിലീസ് ചെയ്യുന്നതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഞാൻ കാത്തിരിക്കുന്ന ഒരു സീരീസാണ്. മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സീരീസാണ്. ഒരു കോമഡി വിഭാഗത്തിൽപ്പെട്ട ഒരു സീരീസാണ്. ജയ് മഹേന്ദ്രൻ എന്ന് പറഞ്ഞ സീരീസ്. സൈജു കുറുപ്പ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസായിരുന്നു. ഈ ഒരു സീരീസ് സോണി ലീവ് വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റാണ് പുറത്ത് വന്നിരിക്കുന്നത്. അതായത് ഫെബ്രുവരി മാസം 9-ാം തീയതി. സാധാരണ സോണി ലീവിൽ ഒരു ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ തലേന്ന് തന്നെ വരാറുണ്ട്. ഒരു 8 മണിക്ക് ശേഷം, ഒരു 6 മണിക്ക് ശേഷം, 8 മണിക്ക് ശേഷം പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അതിന് ശേഷമായിരിക്കും.
എന്തായാലും പിന്നെ വെയിറ്റ് ചെയ്യാം. എന്തായാലും സീരീസ് കണ്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കാം എന്ന് പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നാളെ 2 സിനിമകൾ റിലീസുണ്ട്. പിന്നെ അന്വേഷിപ്പിൻ കണ്ടെത്തും, അതുപോലെ തന്നെ പ്രേമലു. ഈ 2 സിനിമകളും കണ്ടിട്ട് റിവ്യൂ ചെയ്യണമെന്നുണ്ട്. എന്തായാലും എല്ലാം കൂടി റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു ദിവസം 3 വീഡിയോ ആണ് ചെയ്യാൻ പറ്റുക. കഴിയുന്ന പെട്ടെന്ന് തന്നെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ എത്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സീരീസ് പോസ്റ്റ്പോൺ ചെയ്തു എന്നൊക്കെ അറിയാം. ഇങ്ങനെ ഒരു വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയില്ല. അതായത് ജയ് മഹേന്ദ്ര എന്ന സീരീസ് പോസ്റ്റ്പോൺ ചെയ്തു എന്നൊക്കെ ഒരു ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്ന് രാത്രി 8 മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ ആമസോൺ പ്രൈമിൽ ഏതെങ്കിലും ഒരു സിനിമ, ഏതെങ്കിലും ഒരു മലയാള സിനിമയോ ഏതെങ്കിലും ഒരു സിനിമ ചിലപ്പോൾ ഒരു സർപ്രൈസ് റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മിക്കവാറും എബ്രാം ഓസ്ലറാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ. മിക്കവാറും വരുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. പിന്നെ ആമസോൺ പ്രൈമിൽ സാധാരണ സർപ്രൈസ് റിലീസുകൾ ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒന്നും വന്നിട്ടില്ല. ഈ ആഴ്ച ഏതെങ്കിലും മലയാള സിനിമ വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ആ ഒരു പ്രതീക്ഷ ഉണ്ട്, ഒരു സർപ്രൈസ് റിലീസിനുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ നിങ്ങൾ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ നാളെ തിയേറ്ററിൽ ആരൊക്കെ സിനിമ കാണാൻ പോകുന്നുണ്ട് എന്നൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പിന്നെ അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.